1957 EMSന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കോൺഗ്രസിൻ്റേതല്ലാത്തതായി നിലനിൽക്കുന്നത്. ആ ഗവൺമെന്റിനോട്, ആ കേരളത്തോട് സ്വീകരിച്ച കോൺഗ്രസിന്റെ സമീപനം അത് നാം പ്രത്യേകം കാണേണ്ടതാണ്. രാജ്യമാകെ ഭരിക്കുന്നവർ, രാജ്യത്തെ കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്നവർ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാര് സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നു. ആ ഗവൺമെന്റ് അവിടെ നിൽക്കട്ടെ എന്നല്ല വെച്ചത്. ആ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതിനുള്ള ശ്രമമാണ് നടത്തിയത്. പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ഗവൺമെന്റ് താഴെ പോകണമെങ്കിൽ ഗവൺമെന്റിന് പിന്തുണ നൽകിയവര് അവർക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം ഇല്ലാതിരിക്കണം. 57 ഗവൺമെന്റിന് മഹാഭൂരിപക്ഷമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നിലവിലുള്ളതിൽ ഒരാളെ പോലും അറുതിയെടുക്കാൻ ഈ രാജ്യത്തിലെ പല ശക്തികൾ കൂട്ടായി ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല എന്താണായിരുന്നു. ഒരു പാറ പോലെ ഉറച്ചു നിന്നു. അവരെല്ലാവരും ആ ഗവൺമെന്റിന് പിന്തുണ നൽകുന്നവരായി തന്നെ നിന്നു. അപ്പോ കണ്ടത് എന്താണ്? ഒരു അട്ടിമറി സമരം സംഘടിപ്പിക്കുന്നു. അട്ടിമറി സമരം സംഘടിപ്പിച്ചാൽ നാട്ടിലുള്ള ഗവൺമെന്റിനെ തിരിച്ചുവിടാനാകില്ല. ഗവൺമെന്റ് താഴെ പോകണമെങ്കിൽ നിയമസഭയിൽ ഭൂരിപക്ഷമില്ലാതാകണം. അവിടെയാണ് കേന്ദ്ര ഗവൺമെന്റ് അവരുടെ പ്രത്യേക അധികാരമെടുത്ത് ഉപയോഗിച്ചത്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ ഗവൺമെന്റിനെ തിരിച്ചുവിടുന്നു. എന്താണെന്ന് കണ്ടത്? കേരളത്തിൽ വലിയ തോതിലുള്ള എല്ലാ പിന്തിരിപ്പൻ ശക്തികളുടെയും യോജിച്ച നീക്കം. അതിലൂടെ ജനാധിപത്യ വ്യവസ്ഥക്ക് കനത്തെ ആഘാതം ഏൽപ്പിക്കുകയായിരുന്നു. തങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായി വരുന്ന നിലയുണ്ടാകുമ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിലുള്ള ഒന്നും പാലിക്കാൻ ഞങ്ങൾ തയ്യാറാകില്ല എന്നതാണ് ഇവിടെ കണ്ടത്, നാം അനുഭവിച്ചത്. അപ്പോ തങ്ങളുടെ താല്പര്യത്തിന് ഹാനി തട്ടുന്നു. എന്താ ഹാനി? ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ പരിഷ്കരണം, നമ്മുടെ നാട്ടിലെ തൊഴിൽ സമരങ്ങളില് മുതലാളിമാർക്ക് വേണ്ടി അനുകൂലമായി ഇടപെടുന്ന പോലീസ്, അത്തരം നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന ഒരു പോലീസ് നയം, ഇതൊന്നും രാജ്യത്തെവിടെയും അപ്പോഴില്ല. അപ്പോഴാണ് കേരളം പുതിയ രീതികൾ സ്വീകരിക്കുന്നത്. ഇതിൽ ചിലത് കേരളത്തിന്റെ ഇന്ന് കാണുന്ന പ്രത്യേകതക്ക് വലിയ തോതിൽ വഴിവെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ കേരളത്തിന്റെ ജീവിത നിലവാരം ഉയർന്നതിനെക്കുറിച്ച് പലതരത്തിലുള്ള പഠനങ്ങളും നടന്നിട്ടുണ്ട്. എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യം ഭൂപരിഷ്കരണ നടപടികളാണ്. ആ നടപടിക്ക് തുടക്കം കുറിച്ചത് 1957 EMS ഗവൺമെന്റാണ്. അതേപോലെ തന്നെ നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസത്തിന്റെ മേന്മ ഇതുപോലെ സാർവത്രികമായി വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾ നമ്മുടെ രാജ്യത്ത് തന്നെ അപൂർവമേ ഉള്ളൂ. അത്ര വിപുലമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യാപകമായിരിക്കുന്നു. ഇത്
സ്വയംഭൂവായി ഉണ്ടായതല്ല. 1957 ഗവൺമെന്റാണ് അതിനും തുടക്കം കുറിക്കുന്നത്. അധ്യാപകരെന്ന നിലക്ക് മാന്യമായൊരു തൊഴിൽ എന്ന നിലയിലേക്ക് എത്തിച്ചതും ആ ഗവൺമെന്റായിരുന്നു. ആ കാലത്ത് ഒരു അധ്യാപകനെ ഒരു എയ്ഡഡ് സ്കൂളിൽ 13 രൂപയാണ് ശമ്പളം ലഭിക്കുകയെങ്കിൽ ആ 13 രൂപ കിട്ടി ബോധിച്ചു എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. പക്ഷേ കയ്യിൽ കിട്ടുക 6 രൂപയായിരിക്കും. ഇത് ഊഹക്കണക്കല്ല കേട്ടോ. ഈ കേരളത്തില് ആ കാലത്തെ അധ്യാപകർ അനുഭവിച്ച കാര്യമാണ്. അതിനാണ് മാറ്റം വന്നത്. അതടക്കമുള്ള കാര്യങ്ങൾക്കാണ് മാറ്റം വന്നത്. സാർവത്രിക വിദ്യാഭ്യാസം എന്ന നിലയിൽ കാര്യങ്ങൾ മാറുന്നത്. വിദ്യാലയങ്ങൾ നടന്നെത്താവുന്ന ദൂരത്തിൽ കുട്ടികൾക്ക് പ്രൈമറി സ്കൂളുകൾ വേണം എന്ന നിലപാടെടുത്തത്. അതിന്റെ ഭാഗമായി സ്കൂളുകൾ വർദ്ധിച്ചത്. പിന്നീട് അതിന്റെ തുടർച്ചയുണ്ടായത്. അതിൻ്റെ എല്ലാം ഭാഗമായാണ് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടായത്. ഇങ്ങനെയുള്ള വിവിധ മേഖലയിൽ ഇടപെടലുകൾ